ഹലോ. ഫാത്തിമാണ്. MIT മൂസന്റെ കെട്ടിയോള്. മൂസക്കായി മീൻ വെക്കാൻ പോയതാണല്ലോ. അപകടോ? മക്കളെ എന്നിട്ടെന്തേ പറ്റി? എന്തോ പറ്റിക്കണോ? ഉപ്പന്റെ MIT ഇല്ലേ, ആകെ താറുമാറായി, വണ്ടി ഇടിച്ച്. എനിക്ക് അറിഞ്ഞൂടാ, ഒന്നും പറ്റിയില്ല എന്നാ വിളിച്ചോല് പറഞ്ഞേ. ഞമ്മക്കൊരു സമാധാനവും ഇല്ല. രാവിലെ പയറുപോലെ നടന്നതാ ഞമ്മളിതേക്കല. ഉമ്മച്ചകള് കരാണ്ടിരിക്കും, ഉപ്പച്ചക്കൊന്നും പറ്റിയിട്ടുണ്ടാകല. എന്തായി വരാനുള്ളത് വഴി തങ്ങൂലെന്ന് പറഞ്ഞ മാതിരി 4 കൂടിയ ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടം. അല്ലേലും ഈ ജെൻസൺ എന്ന് പറയുന്ന വല്ലാത്തൊരു സാധനാണ്. എന്നിട്ട് മൂപ്പർ എപ്പോഴാ കൊണ്ടുവരിക? റോഡുമില് വലിയ കുണ്ടില് തലയും കുത്തി വീണെന്നാ കേട്ടെ. മീനും പോയിണ്ടാവുന്നതേ. മീൻ ഇനിയും കടലുണ്ടാവൂലേ പാത്തുവോ? മൂസയ്ക്ക് എന്തേലും പറ്റിയ പിന്നെ എന്താ ചെയ്യാ? മൂപ്പര് പൂച്ചയാണ്. 4 കാൽമേലെ എങ്ങനെ പോയാലും വെക്കുക ഞമ്മക്ക് ഉറപ്പാണ്. ഒരു മാസത്തേക്ക് ഫുള്ള് റെസ്റ്റ് ആണെന്നാ ഡോക്ടർ പറഞ്ഞത്. റോഡിന്റെ നടുവിൽ ഒരു കുളം ഉണ്ടേനി പാത്തു, അത് ഞമ്മള് കണ്ടില്ല. റോഡ്മേൽ ആരാ കുളം കുഴിച്ചേ? നിങ്ങൾ കുളിച്ചോ? കുളിച്ച്. ഞമ്മളെ കണ്ടാ എനിക്ക് മനസ്സിലാവൂലേ? പാത്തു, ഇതൊന്നും അല്ലേനും കോലം. ഞാൻ ആസ്പത്രിയിൽ സർവീസ് ചെയ്തെടുത്തതാ, മൊത്തം ചളിയേലും. വലിയ ഉപകാരം. പിന്നെ 1നും 2നും പോകുമ്പോ ഒന്ന് സഹായിച്ചു കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. നല്ലത് സ്റ്റൂൾ ഉപയോഗിക്കുന്നതാ. മൂപ്പര് വിചാരിക്കാണ്ട് ഞമ്മള് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ സുശീല? അതെന്തങ്ങൾ അങ്ങനെ പറഞ്ഞ് കൊണ്ടുപോയി ആക്കിയില്ലെങ്കിൽ മൂപ്പര് കിടക്കെ കിടന്നെങ്കിൽ വിചാരിക്കും. പിന്നെ നാണക്കേടാവും പാത്തു. പൈത്തല വീഴുമ്പോഴേ പച്ചലക്ക് വല്ലാത്തൊരു ചിരിയാണ്. ഇമ്മിട്ടോ അല്ലാന്ന് പഴത്തലയും പച്ചലയും കൂടി എല്ലാം കൂടി അങ്ങ് ആകേനു. നടക്കങ്ങോട്ട് പഴത്തല പച്ചല. താത്താ, ഞാൻ എന്താ സ്ഥലത്തില്ലേ താത്താ? അതാ നേരം വയ്യേ. എന്റെ സുക്കൂറെ, എന്നെ സുശീല ഉണ്ടല്ലോ ആസ്പത്രിയിൽ കൊറേ പ്രാവശ്യം വിളിച്ചിനു. എന്നെയും കാത്ത് ബില്ല് കൊടുക്കാൻ വേണ്ടിട്ട് ഓനാട് കൊറേ നിക്കുകയും ചെയ്ത്. ഇന്നലെ ഞാൻ മംഗലാപുരത്തേരി താത്താ. ഇന്നലെ ഈ മംഗലാപുരത്തും പോയിരുന്നോ? എടോ ഈ എന്നോട് എന്തേ പറഞ്ഞ് കൊച്ചിയിലാണെന്നല്ലേ? കൊച്ചി വഴി മംഗലാപുരത്ത് പോയി. പറ്റൂലേ? അതെങ്ങനെ? വിമാനത്തിലോ? അളിയനാട് പോയി താത്താ. അതാ അതിന്റെ അകത്ത് കെടുക്കണ്. ഇങ്ങോട്ട് മാറിക്കിത് അളിയാ, പൊന്നാരളിയാ, എന്നാലും ഇങ്ങക്ക് കയറ്റി വന്നല്ല അളിയാ. ഞാൻ ഇതെങ്ങനെ കാണും? അനക്ക് കാണാൻ പറ്റില്ലെങ്കിലേ ഈ പുറത്തേക്ക് പോയിക്കോ. അന്നാരാ നിർബന്ധിച്ചേ? ഇത്രയല്ലേ വന്നുള്ളൂ. പടച്ചനോട് പ്രാർത്ഥിക്കും. ഇതിലും വലിയ എന്തോ ഒന്ന് വരാനുള്ളത് പടച്ചോൻ തട്ടി മാറ്റിയാ. നേരാണ് ഉപ്പാ. അല്ലെങ്കിൽ ഉണ്ടല്ലോ റോഡുമേലെ കൊയ്യിൽ കബറെടുക്കേണ്ടി വരും. എന്നാലും എന്റെ അളിയാ, ഇങ്ങളെങ്ങനെ അനങ്ങാതെ കൗക്കോലും നോക്കി കിടന്ന് സമയം പോക്കുന്നത്? സമ്മതിച്ച്. സുക്കുറേ, അന്റെ കൈമലുണ്ടല്ലോ സ്കൂട്ടർ. ഇയും കേരളത്തിലെ റോഡ് മുക്കൂടെ തന്നെയല്ലേ പോക്ക്. ഈ ചെവിയിൽ നുള്ളിക്കോ, അനക്കും ഈ ഗതി വരും. സുക്കൂറെ, ഈ തിരിച്ചു പോകുമ്പോ നല്ലോണം ശ്രദ്ധിച്ചോ. ഈ വീണാലും ഉപ്പച്ചൻ തള്ളിയിടരുത്. അത് താത്ത പറഞ്ഞ കറക്റ്റാ. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഉപ്പ അവിടെ കട്ടെ. അതിന് റോട്ടുമേൽ അങ്ങനെ വലിയ കുഴിയൊന്നുമില്ല. അല്ലെങ്കിൽ അന്നെ തള്ളിടാൻ ആർക്കാ പറ്റുക? അതല്ല അളിയാ, ഉപ്പ ഇവിടെ നിന്നാൽ ഒരു സൗകര്യല്ലേ? എന്ത് സൗകര്യം? ഇവിടെ വയ്യാണ്ട് കിടക്കല്ലേ താത്ത. ഒന്ന് മിണ്ടി പറഞ്ഞിരിക്കാൻ ഒരാളുണ്ടാവല്ലോ, ഉപ്പുണ്ടാവും. അതിനെ എന്നോട് അധികം സംസാരിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിന് ഈ സംസാരിക്കേണ്ട മൂസേ, ഞാൻ സംസാരിച്ചോളല്ലോ. ഞമ്മക്കേ അതിനോട് കൊറേ കാര്യങ്ങൾ പറയാൻ പഠിച്ചോനെ. ഇപ്പഴല്ലേ അന്നൊന്നും അടുത്ത് കിട്ടിയുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് അന്നെ കാണാനും ഓരോരുത്തർ വരും. ഓരൊക്കെ വരുമ്പോ ഞാനിവിടെ വേണ്ടടോ. അപ്പൊ ഇതൊന്നും കൂടാണ്ട് നീ നാട്ടിൽ നിന്ന് ആള് വരുന്നുണ്ടോ? പിന്നെ നാട്ടിലെങ്ങും പാട്ടായാളിയാ. അപ്പൊ ഓര് വരൂലേ? അപ്പൊ താത്ത, ഞാൻ രാത്രി ഭക്ഷണത്തിന്റെ സമയം നോക്കി വരാം. പോട്ടെ, ബൈ. കാലും കൊണ്ട് മാറ്റി വെക്കുന്നു. ഓടി രക്ഷപ്പെടാന്ന് വിചാരിച്ച ഈ കാലോണ്ട് നമ്മൾ എന്ത് ചെയ്യൂ? ഓടിയോ പാത്തോ? നീ നല്ല കടുപ്പത്തില് മധുരം കൂട്ടി പാലും കൂടിക്കോട്ടോ. ഒരു ചായ എടുത്തോട് വേവാ. പിന്നെ മൂസ, പണ്ട് നമ്മള്
ഇതേമാതിരി ഒന്ന് വീണതാ. അന്ന് ഈ കാലിന്റെ എല്ല് ബിസ്ക്കറ്റ് പൊടിഞ്ഞു പോലാണ്ട് പൊടിഞ്ഞു പോയി. എന്ത് വേദനയായിരുന്നു. നമ്മളെ കണ്ണപ്പൻ വൈദ്യരില്ലേ, മൂപ്പര് ഈ എല്ലെല്ലാം നന്നായിട്ടാണ്ട് ചേർത്തി വെച്ച് നന്നായിട്ടാണ്ട് ഉരിഞ്ഞ് ഒരു ഊത്താണ്ട് ഊതി വാരിഞ്ഞാണ്ട് കെട്ടി. ഓ, എന്റെ ജീവൻ പോയി മൂസേ. പക്ഷേ എന്റെ കാല് സൂപ്പറായി. നമുക്ക് ആ വൈദ്യരുടെ അടുത്തേക്കാണ്ട് പോയാലോ? പാത്തുവോ, ആ കട്ടൻ ചായ ആയില്ലേ? ഹെ, കട്ടൻ ചായ അല്ലടോ, ചായയാണ്. ആ പാല് വെച്ച് തന്നെ ആ കലത്തിൽ അപ്പുണ്ടെങ്കിൽ അത് കൊണ്ട് കൊടുക്ക്. ചെവിക്ക് ഒരു സ്വര്യം ഉണ്ടാവട്ടെ. അല്ല, ഓക്ക് ചെവിട് കുറച്ച് കുറവാന്ന് പറയാനേ പാത്തൂനെ. ആ, ഉറക്കെ പറഞ്ഞേക്ക്. എന്നാലും മൂസേ, അനക്ക് ഈ ഗതി വന്നില്ലേ? എനിക്കിത് കണ്ടിട്ട് സഹിക്കണില്ല. എന്നാ പിന്നെ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കണോ? നിങ്ങക്ക് വീട്ടിൽ പോയിക്കൂടെ? ഈ എങ്ങനെ കിടക്കുമ്പോ അയൽവാസിയായി എനിക്ക് വീട്ടിൽ പോയി സമാധാനത്തോടെ കിടക്കാൻ പറ്റുമോ മൂസേ? നമ്മൾ തമ്മിലൊരു ബന്ധമില്ലേ? എന്ത് ബന്ധോ മൂസക്കായേ? നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധല്ലേ? മീൻ ബന്ധം. ദിവസവും രാവിലെ മീൻ തരുന്ന ബന്ധം. ബാപ്പോ, നമ്മൾ പേടിച്ചു. 4-5 മാസം ഇങ്ങനെ കിടക്കേണ്ടി വരുമല്ലേ മൂസ? ഇങ്ങനെ കിടക്കുന്നോണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. വേറൊരു പ്രശ്നമുള്ള എന്താച്ചാല് നല്ല ചൊറിച്ചിലാ. നിങ്ങളൊന്ന് ചൊറിയാണ്ട് പോകുന്നുണ്ടോ? എന്നിട്ട് വേണം വിലാസിനെ എത്തി നോക്കി പോയി എന്നാണ്ട് പരാതി പറയാൻ. അത് ഞാൻ സമ്മതിക്കൂല. അല്ല വിലാസിനടുത്ത് നിങ്ങൾ പറയേ, നിങ്ങൾ എന്ത് ചൊറിന്റെ കാര്യ പറഞ്ഞേ? പാത്തോ, മൂസന്റെ ഈ പന്തം കെട്ടിയ പോലത്തെ കാലില്ലേ, അതിന്റെ ഉള്ളിന്ന് 2 ദിവസം കഴിയുമ്പോ ഒരു ചൊറിച്ചിലിങ്ങോട്ട് വരാണ്ട്. ചൊറി വന്നാ ചൊറിയാൻ പറ്റുമോ? അത് മൊത്തം പ്ലാസ്റ്റർ അല്ലേ? അല്ല, അന്നപ്പോ നമ്മൾ എന്താക്കൂ? കൊറേ നേരം നമ്മളിങ്ങനെ അടക്കി പിടിച്ചിരിക്കും. പിന്നെ വല്ല ഈർക്കിലോ ചീർപ്പോ എന്തെങ്കിലും കുത്തി കടത്തിയിട്ട് നമ്മൾ തൈര് കടയും പോലെ ഒരു കടച്ചിലുണ്ട്. അന്നേരം ഒരു സുഖമുണ്ട് മൂസ. എന്റെ വിലാസിനെടുത്ത് ഇപ്പൊ എനിക്ക് തൽക്കാലം ഒരു പ്രശ്നമില്ല. നിങ്ങൾ നാവുകൊണ്ട് ചൊറിയാണ്ടെന്നാ മതി. ഇപ്പൊ പ്രശ്നം ഉണ്ടാവൂല. കൂടുതൽ ചൊറി വന്നാല് ഈർക്കിലെടുത്ത് കുത്താൻ നിക്കണ്ട. അത് പിന്നെ വ്രണായി പഴുത്ത് ചീഞ്ഞ് അളിഞ്ഞ് ആയി ചെലപ്പോ ആ കാലിനെ മുറിച്ച് മാറ്റും. കൊണ്ടോണ്ട പിടിച്ചിട്ട് ഇത്തിരി മനസ്സമാധാനം കൊണ്ടാ ഞാൻ പറയാനല്ലേ പറഞ്ഞേ. ഇപ്പോഴത്തെ കാലത്ത് ഒരു ഉപകാരം ചെയ്ത ഇതന്നെയാണ് കുഴപ്പം. അന്യാൻ പിടിച്ച് ഉന്തിയൊന്നും അല്ലല്ലോ. സ്നേഹം കൊണ്ട് ഇവിടെ വന്ന എന്നെ വേണം തല്ലാൻ. പാത്തുവോ, ആ വിലാസിനെടുത്തി പറഞ്ഞ പോലെ ഇതിനുള്ളിന്ന് ചൊറിച്ചിൽ വരുന്നുണ്ടോന്നൊരു തോന്നലുണ്ട് കേട്ടോ. ആ വിലാസിനെടുത്തി ആളത്ര ശരിയുള്ളോളൊന്നും അല്ല, കരിങ്കണ്ണി. പറഞ്ഞോണ്ട് നടക്കൂ. അങ്ങോട്ട് വരുമ്പോ തന്നെക്ക് വല്ലാത്തൊരിതാ. ഉപ്പും മുളകും കൂട്ടി ഞാനൊന്നും ഇനി അടുപ്പിലിടാം. കാല് മുറിക്കേണ്ടി വരുമോ? ഹലോ, അങ്ങനെ മാണ്ടി വരുമോ? എന്നാ കാല് മുറിക്കേണ്ടി വരും. സുഖണ്ട് പാത്തുവോ? ദാ നോക്ക്, ഒരു ഈർക്കലിങ് എടുത്തോട്. ചെറുപ്പ് പോരാ. വേഗം എടുത്തോ. പാത്തുവോ, ഒരു പക്ഷെ പപ്പടം കടിക്കടി. ഇത് വെറും കഞ്ഞി ഇങ്ങനെ കുടിക്കുക. മനുഷ്യന്മാരെ കാര്യം ഇതൊക്കെ തന്നെയാ. പയറ് പോലെ നടന്നല്ലേ ഇപ്പം കെട്ട കുമ്പളം പോലെ ആയില്ലേ? അത് പറഞ്ഞ ശരിയാ. അല്ല മൂസക്കങ്ങൾ കഞ്ഞി കുടിക്കുക? അല്ല, വിഷം കുടിക്കുക. എന്താ അനക്ക് വേണോ? മൂസക്കങ്ങൾ കാലടിച്ചെന്നല്ലേ വീണത്, അല്ലാണ്ട് തലടിച്ചൊന്നും പോയില്ലല്ലോ. ഇതിലും നല്ല അതേ ഇനി സുശീല. രാവിലെ മുതൽ ഒരു സൗകര്യം ഇല്ലടോ. മയ്യത്താൽ ഇതൊന്നും സഹിക്കണ്ടല്ലോ. അത് കള. ഓരോരുത്തർ ഓരോരു തരക്കാരാ. ഓര് പലതും പറയൂ. അതൊന്നും കാര്യാക്കണ്ട. ഞാനൊരു മനുഷ്യനല്ല സുശീല. കിടന്ന കിടപ്പിൽ കിടക്കുകയാണ്. എണീറ്റ് ഓടാൻ പറ്റൂലാച്ചിട്ട് ഇങ്ങനെയുണ്ട് ഒരു വെറുപ്പിക്കല്. ഇപ്പൊ എല്ലാം ആഘോഷല്ലേ മൂസക്ക? അപ്പൊ നിങ്ങളെ കാല് പൊട്ടിയതും ഓല ആഘോഷിക്കന്നെയായിരിക്കൂ. അന്നെ എവിടേക്കൊക്കെ കണ്ടിട്ട് കൊറേ ആയല്ലോ. എന്ത് ചെയ്യാനാ പാത്തു, ഭയങ്കര ബിസിയല്ലേ. ഇന്ന് ഞാൻ ചോറ് തിന്നിട്ടേ ഇവിടുന്ന് പോന്നുള്ളൂ. ഞാനും മീൻ മുളകടം മറക്കട വത്തോ. മൂസക്ക ഇപ്പം കുറവുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. പടച്ചോൻ സഹായിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല സുശീല. നിങ്ങള് യോഗാണ് മൂസക്ക. ഈ കാലിൽ വന്ന് തലക്കങ്ങാനാണെങ്കിൽ നിങ്ങൾ കുത്തും കോമയിലായി പോയില്ലേനോ? അതോർക്കാനും കൂടി എനിക്ക് വയ്യ. നമ്മളെ മേലോടുത്ത രാജ്യത്തെ അവസ്ഥ എന്താ?
ഓനിങ്ങനെ സൈക്കിൾ നീണ്ടല്ലേ? ഓനെന്താ പറ്റിയായി? കേട്ട മൂസക്ക, രാജൻ ഇങ്ങനെ തന്നെ ഒരു ബൈക്കും വന്ന് വീഴുന്നത് പറയുമ്പോ ഒരു പഴത്തൊലി ചവിട്ടി വീഴുമ്പോൾ ഒരു വീഴ്ച. കഴിഞ്ഞ 2 കൊല്ലായിട്ട് ഒരേ കട, ആണോ? തീട്ടോ മൂന്നോ ഒക്കെ കടക്ക തന്നെയാ. പുഴു അരിച്ചിട്ടൊരു നാറ്റോ. അമ്മോ, എന്നാലോ ജീവനിട്ട് പോന്നുമില്ല. സുശീല മതി നിർത്ത്. അല്ല, അങ്ങനത്തെ കഷ്ടപ്പാടൊന്നും മൂസക്കൊക്കെ വന്നില്ലല്ലോ, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇരിക്കുന്നത് നോക്കി അഭിപ്രായം പറയല്ലോ സുശീല. നമ്മളെ പറമ്പത്തെ അബ്ബാസ് അപകടം നടന്ന് 4 ദിവസം തൊളിച്ചാടി നടന്നാലേ. അത് ഞാൻ മറന്നുപോയി. ഓന് പിന്നെന്താ പറ്റിയായി? അത് പറയാത്തതാ മൂസക്ക നല്ലത്. പിന്നെ നിങ്ങൾക്ക് രണ്ടാക്കും ഏകദേശം ഒരുപോലെ അപകടം പറ്റുകൊണ്ട് പറയാ. ഓന് മൂസക്കാന്റെ വിട്ട് ഇടത്തെ കാലിന് അപകടം പറ്റിയത്. എന്നിട്ട് കാലിന് നല്ലോണം പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ കൊണ്ടുവന്ന് 2 ദിവസം കഴിഞ്ഞപ്പോ വയറെങ്ങനെ വീർത്ത് വീർത്ത് ബലൂണ് പോലെയായി. കാല് പൊട്ടിന് എന്തിനാടോ വയറ് വീർക്കണത്? മൂസക്ക വാരിയല് പൊട്ടിയിട്ട് ഹൃദയത്ത് കയറിയിട്ട് ചോരയല്ലേ വയറ്റിൽ എങ്ങനെ നിറന്ന് അപ്പൊ തന്നെ ആള് പടിയാ. അന്നോട് നമ്മള് പറഞ്ഞില്ലേ സൂക്കേട് മാറുന്നതിന് മുമ്പ് കാറ്റ് കൊള്ളിക്കരുതെന്ന്, കാട്ടുമ്പോ തന്നെ കിടത്തണമെന്ന്. ഇപ്പൊ എനിക്ക് സമാധാനായില്ലേ? ഇവിടെ ഓരെ കൊണ്ട് അടുപ്പിക്കണ്ട. പാത്തുവോ, ഈ അമ്മ കുളിക്കാൻ ചൂടുവെള്ളം ഉണ്ടാക്ക്. സമയം തെറ്റിയാലേ തലവേദന പിടിച്ച് ബുദ്ധിമുട്ടാവും. പാത്തു അങ്ങോട്ട് വാ. രോഗിക്ക് ഒരുക്കണം, രോഗിനെ കാണാൻ വരുന്നവർക്ക് ഒരുക്കണം, ആർക്കൊക്കെ ഒരുക്കണം ഞമ്മളെ. ഈ വെള്ളം ചൂടാക്ക് പാത്തുവോ. മൂസക്കായെ, നിങ്ങക്ക് ഇങ്ങനെ കിടന്നാ മതിയല്ലോ. കഷ്ടപ്പാട് മുഴുവൻ ഞമ്മക്കാണ്. എന്താ പാത്തു, അന്റെ കാലം പൊട്ടിയോ? അതതിനും ഭേദോ. വാപ്പോ ചായ ഉണ്ടാക്കി 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 നടു ഒടിഞ്ഞ്. അതിന് വരുന്നവർക്ക് മുഴുവൻ ചായ കൊടുക്കാൻ എന്നോട് നമ്മൾ പറഞ്ഞോ? ചായ കൊടുക്കാണ്ട് വന്നോല് ഇവിടുന്ന് പോകേ. പിന്നെ നമ്മൾ എന്താ ചെയ്യാ? അടുക്കളയിൽ വിമ്മില്ലേനോ, അത് കലക്കി കൊടുത്തൂടെ ഞങ്ങക്ക്? മൂസക്കയ്യെ, ഒരു കണക്കിന് ഇതൊരു സുഖവുമാ. നാട്ടിൽ നടക്കുന്ന പല സ്വകാര്യവും ഇപ്പോഴാണ് നമ്മൾ അറിയണത്. ഇപ്പൊ ഇവിടെ രാവിലെ മുതൽ മിണ്ടിയും പറയാനും ആൾക്കാരുണ്ട്. നമ്മളിവിടെ സുഖമില്ലാണ്ട് കിടക്കുമ്പോ ഈ പഞ്ചായത്ത് പറയാൻ പോവാണല്ലേ? ഇത് എപ്പോഴും പറ്റുമോ? നിങ്ങളെ കാല് ശരിയാണോ വരെയല്ലേ നടക്കൂ? ഇതാ പിന്നെ ഒന്ന് റിസ്വാൻ വിട്ട് 100-300 ഉറുപ്പ്യക്ക് നമ്മൾ പലഹാരങ്ങളൊക്കെ വാങ്ങി. അതിന് പൈസ എടുന്നിട്ടി? നിങ്ങളെ പൈസ നീ അല്ലാണ്ട് എഴുന്നീ. ആകെ 500 ഉറുപ്പ്യ എൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ളൂ. അതെടുത്ത് ഇയാൾക്ക് മേടിച്ചില്ലേ? മേടിച്ച് ഇങ്ങനെ ഈ വരുന്നവരെ തിരിച്ചിട്ട് അനക്കെന്റെ എത്താ പാത്തുവോ? ഇക്ക് കൊറേ നുണ കേക്കാലോ, അത് തന്നെ. വല്ലാത്തൊരു സ്വഭാവം തന്നെ ഞങ്ങള് പെണ്ണുങ്ങൾക്ക്. കാലൊന്ന് വേഗം മാറി കിട്ടിയാ മതി. ഇനി പഠിച്ചോനെ പഠിച്ചോനേ മാറരുതേ. ഡീ, അതിനുള്ളത് കുത്തി പറിക്കണ ഇരിക്കലെടുത്തൊന്ന് കുത്തിക്കൊണ്ടാ. കുത്തിയൂടി. സുക്കൂറോ? അല്ല സുക്കൂറെ, ഫോട്ടോ പിടിക്കണ ക്യാമറയൊക്കെ ആയിട്ട് ഇങ്ങേത്താണ് ഇറങ്ങിയത്. ഈ സ്റ്റുഡിയോ തുടങ്ങിക്കണോ? വേണ്ടി വന്ന ഒരു സ്റ്റുഡിയോ തുടങ്ങാനുള്ള പൈസ നമ്മൾ ഇതിനെ കൊണ്ട് ഉണ്ടാക്കും താത്ത. ഈ ക്യാമറ കൊണ്ടോ? ഇത് വിറ്റ അത്രയൊക്കെ പൈസ കിട്ടുവോ? ഇത് വിറ്റാലല്ല, ഇത് കൊണ്ടെടുക്കുന്ന ഫോട്ടോ കൊണ്ടാണ് നമ്മൾ പൈസ ഉണ്ടാക്കാൻ പോകുന്നത് താത്ത. ഇതുകൊണ്ട് ഫോട്ടോ എടുത്താ പൈസ ഉണ്ടാവും. ഇങ്ങോട്ടൊക്കെ എന്നാ ഞമ്മളെ കൊറേ ഫോട്ടോ എടുത്തോ. മോനെ ഇങ്ങോട്ടൊക്കെ ഫോട്ടോഗ്രാഫറെ. ദാ അരി വീണേ ഉള്ളൂ, 2 ഫോട്ടോ എടുത്തോ. ഞമ്മളിപ്പോ ഫ്രീയാ. നിങ്ങളുടെ ഫോട്ടോ അല്ല താത്ത, അളിയന്റെ ഫോട്ടോ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഈ കാലും പൊട്ടിക്കിടക്കണ മൂസക്കായനെ കടന്ന് 1 ഗ്രാമറും ഉണ്ടാവൂല. ഓ, പ്ലാസ്റ്റർ അയച്ചിട്ട് ഞമ്മക്ക് ഫോട്ടോ എടുക്കാം. കാല് പൊട്ടിക്കിടക്കുന്ന അളിയന്റെ ഫോട്ടോ ആണ് വേണ്ടത്. അത് വെച്ചാണ് നമ്മളൊരു കളി കളിക്കാൻ പോണത്. എങ്ങനെയാ? അളിയൻ ഈ നാട്ടുകാർക്ക് പൊന്നോമൻ MAT മൂസല്ലേ? ആർക്കും അളിയനെ പറ്റി ഒരു പരാതിയും ഇല്ലല്ലോ. ഇല്ല. അതാണ് നമ്മുടെ പിടിവള്ളി. ഇപ്പോ അളിയന്റെ പല പോസിലുള്ള ദയനീയമായ ഫോട്ടോകൾ എടുക്കുന്നു. എന്നിട്ട് അളിയന്റെ നട്ടെല്ല് വരെ തകർന്നു, ഒരു വലിയ സർജറി വേണമെന്ന് പറഞ്ഞ് നമ്മൾ പിരിവ് നടത്തും. ഈ കാലുകൊണ്ട് നമുക്ക് ലക്ഷപ്രഭവത്ത ഒരെന്നാലും ഇല്ല. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇത്താത്ത ഈ പ്ലാസ്റ്റർ ഊരാ സമ്മതിക്കരുത്. 1 മാസം കഴിഞ്ഞാലും അളിയൻ അങ്ങനെ തന്നെ കിടക്കട്ടെ. വെറുതെ കിടന്നിട്ട് പൈസ ഇട്ടുന്ന പണിയല്ലേ? ഈ കൊറേ ഫോട്ടോ എടുത്തോ. അതാണ് ഇത്താത്തക്ക് വിവരണ്ട്. നടക്ക്.
ഇതാടാ. അളിയാ പൊന്നളിയാ എന്ത് കിടപ്പാണ് അളിയാ അത്. ഫോട്ടോ എടുത്തോ സുക്കൂറേ ഞാനിങ്ങനെ കാല് പൊട്ടി കിടക്കുമ്പോഴാണ് എനിക്ക് നമ്മളെ കൂടെ ഫോട്ടോ എടുക്കാൻ തോന്നിയത്. അളിയ ഞാനും അളിയനും കൂടി നിൽക്കുന്ന ഫോട്ടോ ഇല്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന സത്യം ഞാൻ ഇന്ന് രാവിലെ അറിഞ്ഞത്. അപ്പൊ തന്നെ ഒരു ഫോട്ടോഗ്രാഫറേയും കൂടി ഞാനും ഇങ്ങോട്ട് പോന്നു. എടുത്തെടുത്തോ. അപ്പൊ പ്ലാസ്റ്റർ അയച്ചിട്ട് പോരെ? അത് പടുത്തൊന്നും അയക്കാൻ പോകുന്നില്ല അളിയ. അതുവരെ കാത്തു നിൽക്കാനുള്ള ക്ഷമ എനിക്കില്ല അളിയ. ഒരൊറ്റ ഫോട്ടോ കൂടി എടുത്തെടുത്തോ. അപ്പൊ ഫോട്ടോ എടുക്കുമ്പോ ഈ എന്തിനാ കരയണ സുക്കൂറെ? ചിരിക്കല്ലേ വേണ്ടി? അളിയന്റെ കാലുകര കിടക്കുമ്പോ ഞാനകര ചിരിക്കളിയ. എനിക്ക് വിചാരിക്കുമ്പോ കരച്ചിൽ വരൂല. പ്രത്യേകിച്ച് മുസക്ക ഇങ്ങനെ കിടക്കണ കണ്ടൊക്കെ ശരിയാ വരിക. അതാ ഞാൻ ഉള്ളീന്റെ കസിൻ എടുത്തേ. റസിയ അങ്ങോട്ട് വാ. കുറച്ചുകൂടെ അടുത്തത് അടുത്തേ 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 മതിയോ? ഒന്നുകൂടി എടുക്കും മോനെ. കാര്യങ്ങൾ നമ്മളൊക്കെ താത്താ താത്തോ ദാ വരണേ. താത്താ ഇത് നോക്കട്ടെ നോക്കട്ടെ ഞാനുണ്ട് പോയിക്കില്ലേ? ഭാവോ റസിയന്റെ ഭാവോ ഒക്കെ ഒന്ന് നോക്കി. അപ്പന്റേതോ? ഈ നന്നായിക്കണേ. ഞമ്മളൊക്കെ തകർത്തിക്കണേ. ഇത് നോക്ക്. മുസക്കായി മാത്രം തകർന്ന് കിടക്കണേ. അല്ലടോ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ബക്കറ്റ് പിരിവ് നടത്തുക. അങ്ങനെയല്ല പാത്തു. ഓട്ടോറിക്ഷ ഇപ്പം വരും, അതിലൊരു ഫ്ലെക്സ് വെക്കും, ഉം. പിന്നെ മൈക്ക് സെറ്റ് ഉണ്ടാവും. ആ. പ്രിയപ്പെട്ടവരെ, MAT മൂസ വിധിയുടെ ബലിമൃഗമായ 2 മക്കൾ അടങ്ങിയ ഒരു കുടുംബത്തിന്റെ നാഥൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ആക്സിഡന്റിൽ മൂസയുടെ നട്ടെല്ലിന് കാര്യമായ ക്ഷതമേറ്റു. ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ പദ്ധതിയിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യുക. അതാണ് സംഭാവന ചെയ്യുക, സംഭാവന ചെയ്യുക. കേട്ടോ കേട്ടോ എങ്ങനുണ്ട് താത്ത? ഇന്നത്തെ കാലത്ത് 50 ഉറുപ്പ്യ കുറഞ്ഞ ആരെങ്കിലും തരുമോ? പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്ന് മുതൽ അളിയെ മുറിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. ഇറങ്ങിയാൽ നമ്മുടെ പരിപാടി പൊട്ടി പാളീസാവും. ഒരു കാരണം വെച്ചാലും അളിയൻ പുറത്തേക്ക് പോവില്ല. പോയോ അളിയെ മുങ്ങി താത്ത. നല്ല ചെമ്മീനാ. അല്ല മൂസ, നിനക്ക് ആക്സിഡന്റ് പറ്റിയതല്ലേ? അപ്പൊ പിന്നെ 2 ദിവസം റെസ്റ്റ് എടുത്തൂടെ? ഇത് മാർക്കറ്റിങ്ങിന്റെ ലോകാണ് പാലേട്ടാ. അത് നമുക്ക് മനസ്സിലായി. നമ്മൾ ആക്സിഡന്റ് കൂടി ഒരു മാർക്കറ്റ് ചെയ്യാൻ നോക്കുക. വീട്ടിൽ കിടന്ന ഒരു ദിവസം എത്ര ചെലവ് വെച്ചിട്ടാ? കാഴ്ച ബംഗ്ലാവ് കാണാൻ വരുമ്പോൾ ആള് നമ്മളെ കാണാൻ വരുന്നേ. നമ്മളെ ചാവും ചോറും കൂടി തിന്നിട്ടേ ഒരു പോവുള്ളൂ കേട്ടപ്പോൾ നമ്മൾ മെല്ലെ അടി രക്ഷപ്പെട്ടതാ. നീ പറഞ്ഞത് നേരാണ് മൂസ. നമ്മുടെ വേദന മറ്റുള്ളവർക്കൊരു ആഘോഷമാ. നിങ്ങളിപ്പോൾ പറഞ്ഞേ നമ്മൾ അനുഭവിച്ചോണ്ടിരിക്കുക. മൂസ വിഷമിക്കണ്ട, ഇതൊക്കെ ഒരു കാലുപൊട്ടലാണോ? പണ്ട് 1990 അന്ന് ഞാൻ പോയിട്ടില്ല. യുദ്ധം നടക്കുന്ന സമയം എല്ലാവരും നാട്ടിലേക്ക് പോയി. അപ്പൊ നിങ്ങൾക്കും കൂടെ പോയിക്കൂടെ? തന്നെയോ? എന്തിന്? അല്ല ബാക്കി കഥ കേൾക്കണ്ടില്ലല്ലോ. നീ കേക്കടോ മൂസ, ഇറാഖി ടാങ്കറുകൾ ഇങ്ങനെ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ആ സമയം റോഡിൽ കൂടെ നെഞ്ചു വിരിച്ചങ്ങ് നടന്നു. ടാങ്കർ ഒരെണ്ണം എൻ്റെ അടുത്തെത്തി. എന്തും സംഭവിക്കാം. രണ്ടും കൽപ്പിച്ച് ഞാനൊരു ചാട്ടം. ഓ, എൻ്റെ 2 കാലും പൊട്ടി. പക്ഷെ എൻ്റെ വിൽപ്പവർ കൊണ്ട് ഒരു 4 മാസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നുള്ളൂ. ഓ എൻ്റെ പാലേട്ടാ, വല്ലാത്തൊരു കത്തി തന്നെ കേട്ടോ നിങ്ങള്. ഇതാടോ തന്നോടൊന്നും ഒരു കാര്യവും പറയലാത്തത്. നിക്കടോ അവിടെ. എന്നിട്ട് എന്നെ നോക്കി ഡോക്ടർ എന്താ പറഞ്ഞാന്നറിയാമോ? നിങ്ങൾക്ക് ചത്തൂടെന്ന് വെക്കും, ബാക്കി നമുക്ക് നാളെ പറയാം. വല്ലാത്തൊരു ഇവനൊക്കെ എവിടെന്ന് കുറ്റിയും പറിച്ചിറങ്ങിയടോ. ബാക്കി കഥ ഇനി ആരോട് പറയും? സ്വർണ്ണലതേ, സ്വർണം